ഹായ്, വെൽക്കം ടു പ്രെപ്സ്കെ. കേട്ടറ്റ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. സർവീസിലുള്ള അധ്യാപകർക്ക് ടെറ്റ് ഇല്ല എങ്കിൽ അവർക്ക് 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ടെറ്റ് നേടിയിരിക്കണം. 2027 സെപ്റ്റംബർ 1 ടെറ്റ് നേടിയില്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നിർബന്ധിതമായ വിരമിക്കലിലേക്ക് പോവേണ്ടി വരും. ഇനി 5 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ടെറ്റ് ഇല്ലാതെ തന്നെ സർവീസിൽ തുടരാം. പക്ഷേ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. ഇങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത് നമുക്കറിയാം. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ധാരാളം അധ്യാപകര് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ റിവ്യൂ ഹർജിയൊക്കെ നൽകിയിട്ടുണ്ട്. റിവ്യൂ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു കട്ടിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കേട്ടറ്റിൽ കോടതി വിധിയുടെ കുരുക്ക്, അധ്യാപകരുടെ ആനുകൂല്യം തടയുന്നു. മുൾമുനയിൽ 65,000-ഓളം അധ്യാപകർ എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ പറയുന്നത് ഈ പറഞ്ഞ കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഇങ്ങനൊരു വിധി അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്, പല കാര്യങ്ങളും അതായത് പ്രൊമോഷൻ ലിസ്റ്റ് പോലെയുള്ള പല കാര്യങ്ങളും പിടിച്ചുവെക്കുന്നു, അവരുടെ വർദ്ധിപ്പിച്ച പല ആനുകൂല്യങ്ങളും പിടിച്ചുവെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിധി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഇത് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിവുള്ളതാണ്, മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാക്കി. അതായത് ടെറ്റ് എന്നൊരു സംവിധാനം തുടങ്ങുന്നതിന് മുമ്പ് സർവീസിൽ കയറിയ ആളുകളാണെങ്കിൽ പോലും ടെറ്റ് നേടിയിരിക്കണം, അത് നിർബന്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അധ്യാപകരെ 2 കാറ്റഗറിയാക്കി. 5 വർഷത്തിൽ കൂടുതൽ റിട്ടയർ ചെയ്യാൻ കാലതാമസമുള്ളവർ, അല്ലെങ്കിൽ 5 വർഷത്തിന് മുകളിൽ സർവീസ് ബാക്കിയില്ലാത്തവർ. ഇങ്ങനെ ബാക്കിയുള്ളവർ നിർബന്ധമായും 2027 സെപ്റ്റംബർ 1 നേടണം, അല്ലെങ്കിൽ അവർ നിർബന്ധിത വിരമിക്കലിലേക്ക് പോകേണ്ടി വരും. ബാക്കി 5 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളൂവെങ്കിൽ കേട്ടറ്റ് നേടണമെന്ന് അല്ലെങ്കിൽ ടെറ്റ് നേടണമെന്ന് നിർബന്ധമില്ല, മറിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ഈ കാര്യങ്ങളാണ് വിധിയിലുള്ളത്. ഇത് അധ്യാപകരെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കാവുന്ന ഒരു വിഷയമാണ്. ബാധിക്കാവുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ റിവ്യൂ ഹർജിയുടെ വിധി വന്നിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ വിധി അതുപോലെ തന്നെ വരികയാണ് എങ്കിൽ ഇത് സർവീസിലുള്ള അധ്യാപകരെ ഏറ്റവും കൂടുതൽ ബാധിക്കും. തെറ്റില്ലെങ്കിൽ അവർക്ക് തങ്ങളുടെ ആ ഒരു ജോലിയുടെ സ്ഥിരത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് വരികയാണ്. സാമ്പത്തികമായിട്ടൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കേട്ടറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരിയിൽ 2026 ഫെബ്രുവരി മാസത്തിൽ സ്പെഷ്യൽ കേട്ടറ്റ് നടത്തും. ഈ സ്പെഷ്യൽ കേട്ടറ്റ് നിങ്ങൾ നേടിയെടുക്കുകയാണ് എങ്കിൽ സ്പെഷ്യൽ കേട്ടറ്റുകൾ വീണ്ടും വരും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചിതരായിരിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ ഇനി ബാധിക്കുന്ന ഒരു വിഷയമാകുന്നില്ല. അപ്പോ എത്രയും പെട്ടെന്ന് അടുത്ത കേട്ടറ്റ് നിങ്ങൾ നേടിയെടുക്കുക, ടെറ്റ് നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് ഓർമ്മയിൽ വെക്കുന്നു. ഇത് അധ്യാപകരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ഇതിൽ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട്. സർക്കാർ ഇതിൽ റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ട്. ആ റിവ്യൂ ഹർജി ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ന്യൂസിൽ 65,000-ഓളം അധ്യാപകരെ, അതായത് വളരെ കൂടുതൽ കേരളത്തിലുള്ള അധ്യാപകരിൽ വളരെ വലിയൊരു വിഭാഗത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതില് ബാക്കി പോംവഴികളൊക്കെ തേടുന്നുണ്ട്. അങ്ങനെയുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റിവ്യൂ ഹർജിയിലും കോടതി ആദ്യ വിധി തന്നെയാണ് പറയുന്നത് എങ്കിൽ ഇത് സർവീസിലുള്ള അധ്യാപകരെ ബാധിക്കും. സർക്കാരിന് ഈ വിധി നടപ്പാക്കുക എന്നതാണ് സർക്കാരിന് പിന്നെ മുന്നിലുള്ള വഴി. വേറെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ന്യൂസ് പേപ്പറിൽ കണ്ടതുപോലെ ഈ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടയുന്ന ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ വരാം. അപ്പോ ടെറ്റ് എന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വിഷയമായിട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 2026 ഫെബ്രുവരിയിലെ സ്പെഷ്യൽ കേട്ടറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മളിതൊന്നും ബാധിക്കുന്നില്ല. അപ്പോ ഇപ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ട പഠനം ആരംഭിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റ് എന്ന് പറയുന്ന യോഗ്യത നേടിയെടുക്കലാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ സർവീസിലുള്ള കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകർക്ക് വേണ്ടി നമ്മുടെ കേട്ടറ്റ് സ്പെഷ്യൽ ബാച്ച് ആരംഭിക്കുന്നു. ഈ കേട്ടറ്റ് സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിൽ നടക്കുന്ന സ്പെഷ്യൽ കേട്ടറ്റിന് വേണ്ടി സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള
സ്പെഷ്യൽ ബാച്ച് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും തീവ്രമായ, ഏറ്റവും നമുക്ക് എന്തായാലും ഇത് ലഭിക്കണമെന്നുള്ള കഠിനാധ്വാനപരമായിട്ട് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാം ആണ് ഈ കേട്ടറ്റ്. അപ്പൊ കേട്ടറ്റ് സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, പ്രെപ്സ്കേലിന്റെ കേട്ടറ്റ് ബാച്ച് നമ്മൾ അധ്യാപക പരീക്ഷകളിലും കേട്ടറ്റ് എക്സാമുകളിലും ഒക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ചതാണ് പ്രെപ്സ്കേല്. നമുക്കൊരു കൃത്യമായ പ്ലാനിങ്ങിലൂടെ, അതായത് സിലബസിനെ കൃത്യമായി തരംതിരിച്ച് കൃത്യമായി സ്റ്റഡി പ്ലാനിലൂടെ മുന്നേറി കഴിഞ്ഞാൽ ഈ കേട്ടറ്റ് നമുക്ക് എങ്ങനെയാണെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അത് കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ഈ ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും ഈ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ആവർത്തിച്ച് കാണാം, വീണ്ടും എത്ര വേണമെങ്കിലും കാണാം, എങ്ങനെ വേണമെങ്കിൽ കാണാം, ഏത് സമയത്ത് വേണമെങ്കിൽ കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ഭാഗവും പഠിച്ചെടുക്കാൻ പറ്റും. ലൈവ് സെഷനുകൾ ഉണ്ടായിരിക്കും, ലൈവ് ഇന്ററാക്റ്റീവ് സെഷനുകൾ ഉണ്ടായിരിക്കും. ഈ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജി പോലെയുള്ള കാര്യങ്ങൾ, പെഡഗോഗി പോലെയുള്ള കാര്യങ്ങളൊക്കെ ലൈവ് ഇന്ററാക്റ്റീവ് സെഷനിൽ ഡോക്ടർ ബി ബാലകൃഷ്ണൻ സാർ, രാജേന്ദ്രൻ സാർ തുടങ്ങിയ ആളുകളെല്ലാം നയിക്കുന്ന ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങള്, മറ്റു കാര്യങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ സമയത്തും തീർത്ത് ക്ലിയർ ചെയ്തു പോകാനുള്ള അവസരം ഉണ്ടായിരിക്കും. പേഴ്സണൽ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങളെ സഹായിക്കാൻ, ഈ പരീക്ഷയെ പഠിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും എന്ന് ഓർക്കുക. ഇനി നമ്മൾ ഈ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പഠനം മാത്രമല്ല, ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. എക്സാം എഴുതിയിട്ടുള്ള പരിചയം നമുക്ക് നിർബന്ധമാണ്. അതിനായിട്ട് നമുക്ക് ഓരോ ആഴ്ചയും ഇതിന്റെ വീക്കെൻഡ് എക്സാമുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ഏത് ഭാഗമാണ് ഞാൻ വീക്ക്, ഏത് ഭാഗമാണ് ഞാൻ സ്ട്രോങ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള വീക്കെൻഡ് എക്സാമുകൾ ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ടും സ്റ്റഡി മെറ്റീരിയലുകളും നമ്മൾ നൽകുന്നതായിരിക്കും. PDF രൂപത്തിലുള്ള ക്ലാസ്സുകളുടെ സ്റ്റഡി മെറ്റീരിയലും നൽകുന്നതായിരിക്കും. അതുപോലെ മുൻവർഷ ചോദ്യപേപ്പറുകള്, മാതൃകാ പരീക്ഷകള്, ഇതെല്ലാം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്കത് പരിശീലിച്ച് നിങ്ങളുടെ വിജയം, അല്ലെങ്കിൽ പരിശീലിച്ച് നിങ്ങളുടെ ആ ഒരു എക്സാം എഴുതിയിട്ടുള്ള പരിചയം കൂടുതൽ വളർത്താൻ സാധിക്കും. അപ്പോ നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത് പ്രെപ്സ്കേലിന്റെ ഏറ്റവും പുതിയ കേട്ടറ്റ് സർവീസ് ബാച്ച് ആണ് ആരംഭിക്കുന്നത്. ഇതിൽ കേട്ടറ്റ് 1 and 2 ആണെങ്കിൽ 2900 ആണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത്. ഈ 2900 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, എക്സാമുകൾ ഉണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും, എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ് ഈ ബാച്ച്. ഇതിന്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആണ് 2900. കേട്ടറ്റ് 3 ആണെങ്കിൽ 3900 ആണ്. ഇതിനും ഞാൻ പറഞ്ഞ പോലെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ബാച്ചിലും ഉണ്ടായിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കേട്ടറ്റ് ബാച്ചുകൾ എന്നുള്ളത് ഓർക്കുക. അപ്പോ ഈ കേട്ടറ്റിന് നിങ്ങൾ ഈ സ്പെഷ്യൽ കേട്ടറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പറഞ്ഞ ഈ ഒരു പ്രശ്നം എനിക്ക് മറികടക്കണം, എനിക്ക് ആ തെറ്റ് എന്നുള്ളത് നേടിയെടുക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എക്സാമുകൾ എഴുതി പരിശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കടമ്പ കടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളുമായിട്ടും ഞങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.